അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കെ വടകര ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അപ്രതീക്ഷിത സ്ഥലമാറ്റം. പണ്ട് പല കേസുകളും അന്വേഷണം പാതിവഴിയിൽ നിലച്ചതുപോലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കാഫിർ സ്ക്രീൻഷോട്ട് കേസും അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. മുൻകാലഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് മാറിയതോടെ പല കേസുകളും പാതിവഴിയിൽ നിലച്ചുവെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതേ അവസ്ഥയാണോ കാഫിർ സ്ക്രീൻഷോട്ട് കേസിലും ഉണ്ടാകാൻ പോകുന്നത്? കേസ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ അന്വേഷണ ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് മാറ്റിയതിലൂടെ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നുകഴിഞ്ഞു. വടകരയിൽ നിന്നും ഉയരുന്ന വലിയൊരു ചോദ്യമാണിത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിന്റെ ഭാവിയും ഇനി പ്രതിസന്ധിയിലാകുമോ? വൻകിട കേസുകളുടെ അന്വേഷണം നിർണായക വഴിത്തിരിവിലെത്തി നിൽക്കെ ഉദ്യോഗസ്ഥന്റെ പെട്ടെന്നുള്ള സ്ഥലമാറ്റം വലിയ സംശയങ്ങൾക്ക് വഴി തുറക്കുന്നു. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് അപ്രതീക്ഷിത സ്ഥലമാറ്റം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ വടകര ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി മനോഹരനെയാണ് സ്ഥലം മാറ്റിയത്. കോഴിക്കോട് സിറ്റി സൈബർ സെല്ലിലേക്കാണ് അദ്ദേഹത്തിന്റെ പുതിയ നിയമനം. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് പാതിവഴിയിൽ നിലച്ച കാഫിർ സ്ക്രീൻഷോട്ട് കേസ് UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് പുനരന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ഡിവൈഎസ്പി ടി മനോഹരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘ കേസിൽ മുഖ്യപ്രതികളായ ഡിവൈഎഫ്ഐ നേതാക്കളായ ജിതിൻ ഭാസ്കർ, കൃപേഷ് രാമകൃഷ്ണൻ, ആർ അമൽ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് പ്രചരിപ്പിച്ച പ്രമുഖരടക്കം അന്വേഷണം എത്തി നിൽക്കെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് കേസ് അട്ടിമറിക്കാനെന്ന ശക്തമായ ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിന് പുറമെ വടകര മേഖലയിലെ മറ്റൊരു പ്രധാന കേസായ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തട്ടിപ്പ് കേസിന്റെ അന്വേഷണ ചുമതലയും ടി മനോഹരനായിരുന്നു. സൊസൈറ്റിയിൽ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നതായി കണ്ടെത്തിയ കേസിൽ DCC സെക്രട്ടറി സുധീർ കുമാർ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ സംഘമായിരുന്നു. ഈ കേസിൽ കൂടുതൽ പരാതിക്കാർ രംഗത്തു വരികയും തട്ടിപ്പ് തുക 5.80 കോടിയിലധികമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പെട്ടെന്നുള്ള ഈ സ്ഥലമാറ്റം. പ്രധാനപ്പെട്ട 2 വൻകിട കേസുകളുടെ അന്വേഷണം നിർണായക ഘട്ടത്തിൽ നിൽക്കെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് കേസിന്റെ ഭാവി പ്രതിസന്ധിയിലാകുമെന്ന ആശങ്ക വർദ്ധിക്കുകയാണ്.